നമസ്കാരം. തിരഞ്ഞെടുപ്പിന്റെ ചൂട് മുറുകുമ്പോഴും രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് തന്നെ മോദി. തിരഞ്ഞെടുപ്പൊന്നും മോദി സർക്കാരിനെ സുരക്ഷയുടെ കാര്യത്തിൽ ഭ്രമിപ്പിക്കില്ല. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇന്ത്യയിലെ ജനങ്ങൾ വിഡ്ഢിക്കോമരങ്ങളല്ല എന്നും ബി തന്നെ അധികാരത്തിൽ വരുമെന്നും മോദിക്ക് വ്യക്തമായി അറിയാം. രണ്ട്, തന്നെ വിശ്വസിച്ച ഇന്ത്യയിലെ ജനങ്ങളെ തിരഞ്ഞെടുപ്പിന്റെ കോലാഹലത്തിലാണെങ്കിൽ പോലും പാക് ഭീകരർക്ക് എറിഞ്ഞുകൊടുത്തിട്ട് തിരഞ്ഞെടുപ്പ് വാർത്തയും നോക്കിയിരിക്കാൻ മോദി തയ്യാറല്ല എന്നത്. അല്ലെങ്കിലും ഒരടിക്ക് തിരിച്ചടി കൊടുക്കാതെ മിണ്ടാതെ നോക്കി നിൽക്കാൻ ഇത് പപ്പുമോനും കുടുംബക്കാരും കുത്തകയായി ഭരിച്ചു മുടിക്കുന്ന ഇന്ത്യയല്ല, നരേന്ദ്രമോദി കാവലിരിക്കുന്ന ഇന്ത്യയാണ്. അല്ലെങ്കിലും അന്നേ പറഞ്ഞതാണ് അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന്. എന്നിട്ടും പിന്നെയും പട്ടാളക്കാരനെയും കുടുംബത്തിനെയും ആക്രമിച്ചാൽ ഇന്ത്യൻ സൈന്യം അങ്ങനെ ഭയന്ന് പിന്മാറുമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. കഴിഞ്ഞ ദിവസം കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 7 ഭീകരരെയാണ് ഏറ്റുമുട്ടലിലൂടെ സുരക്ഷാ സേന വധിച്ചത്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കൊല്ലല്ലേ കൊല്ലല്ലേ എന്നാണോ കരുതിയത്? വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് തള്ളിക്കയറി വെറുതെ ചങ്കിൽ ഇന്ത്യൻ സേനയുടെ തോക്കുകൊണ്ട് തുളയിടേണ്ട എന്നായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അല്ലേ? ഇതോടെ ജമ്മു കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. തുടർച്ചയായ അതിർത്തിയിൽ പാക് ഭീകരർ നുരഞ്ഞുകയറാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് തക്കമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകുന്നുമുണ്ട്. ഇതിൽ പാക് പട്ടാളക്കാരും ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. കിട്ടിയതൊന്നും പോരെങ്കിൽ ഇനിയും നല്ല പണി തരാൻ സൈനികർ കച്ചമുറുക്കി ഇരിപ്പുണ്ട്. ഹിന്ദു രാഷ്ട്രത്തിൽ പച്ച പുതപ്പിക്കാം എന്നും പറഞ്ഞിങ്ങു വന്നേരെ വെള്ള പുതപ്പിച്ചു വിടാൻ ഞങ്ങൾ തയ്യാറാണ്. പുഞ്ചിലെ കൃഷ്ണഘാട്ടി സെക്ടറിലെ നിയന്ത്രണ രേഖ വഴിയായിരുന്നു ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. സംഭവ സമയം ഇവിടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സുരക്ഷാ സേന ഇതിനിടയിൽ അവരുടെ ശ്രദ്ധ നുഴഞ്ഞു കയറുന്നവരിൽ പതിയുകയായിരുന്നു. ഉടനെ ഇവരെ സുരക്ഷാ സേന വളഞ്ഞു. ഇതോടെ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഇതോടെ സുരക്ഷാ സേനയും ശക്തമായി തിരിച്ചടിച്ചു. ഏറ്റുമുട്ടലിന് പിന്നാലെ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇവരിൽ 5 പേർ പാക് സ്വദേശികളാണ്. എന്നാൽ ബാക്കി 2 പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീമിലുള്ളവരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാക് സ്വദേശികൾ അൽബദാർ എന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളാണെന്നാണ് വിവരം. പാകിസ്ഥാൻ കാശ്മീർ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്ന ദിനമാണ് ഫെബ്രുവരി 5. ഈ ദിനത്തിൽ കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് വിലയിരുത്തുന്നത്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. മോദി സർക്കാരിന്റെ ഭരണം തുടരുന്നതോടെ ഇന്ത്യയിൽ നിന്ന് എന്നേക്കുമായി ഭീകരവാദം തുടച്ചു മാറ്റപ്പെടുക തന്നെ ചെയ്യും. ഇന്ത്യയിലേക്കുള്ള അനധികൃത കടന്നുകയറ്റം കൊണ്ട് തന്നെ അതിർത്തിയിൽ അതീവ സുരക്ഷയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം രാഷ്ട്രം എന്ന കിനാവും കണ്ട് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയാൽ പേക്കിനാവായി അത് മാറും. ഇന്ത്യയുടെ ഒരു തരി മണ്ണ് പോലും മുസ്ലിം ലീഗ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് എറിഞ്ഞു തരാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം മറുപടി പറയുന്നതൊക്കെ തോക്കുകൊണ്ട് തന്നെ ആയിരിക്കും. അധികാരികൾ സമാധാന ചർച്ചയ്ക്ക് വിളിക്കുന്നു, ഒരറ്റത്തു നിന്ന് ഇന്ത്യയെ കാർന്നു തിന്നാൻ മുസ്ലിം പെരിച്ചാഴികളെ കൊണ്ട് കുഴി കുത്തിക്കുന്നു. ഇതിവിടെ വില പോകുമെന്ന് കരുതിയെങ്കിൽ പാക്കികളെ അത് കയ്യിൽ വെച്ചിട്ട് ചുമ്മാതെ ഇരുന്നാൽ മതി. മോദി സർക്കാർ അധികാരത്തിൽ ഉള്ളത് വരെ ഇന്ത്യ സുരക്ഷിതമാണെന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പുള്ളതുപോലെ ചോദിക്കാതെയും പറയാതെയും കടന്നു വന്നാൽ കരിഞ്ഞേ പോകൂ എന്ന് നിങ്ങളും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും.